ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ചയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയേക്കില്ലെന്ന് പുറത്തുവരുന്ന സൂചനകൾ. ഇന്നലെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പാലിച്ചു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ പാകിസ്ഥാനെതിരായ നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ ഇന്ത്യ പിൻവലിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹവും ഉടൻ നീക്കില്ല. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി മണിക്കൂറുകൾക്കകം അത് ലംഘിച്ചതിന്റെ പേരിൽ കൃത്യമായ പ്രതിഷേധവും ഇന്ത്യയുടെ നിലപാടും ഇന്ത്യ പാകിസ്ഥാൻ DGMOയെ അറിയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് ഒരു അനക്കവും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ അവർ പങ്കെടുക്കുമോ എന്നൊരാശങ്ക വന്നത്. ഇപ്പോൾ എന്തായാലും നിശ്ചയിച്ച പ്രകാരം തന്നെ 12 മണിക്ക് ചർച്ച നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ശ്രീജ, അങ്ങനെ തന്നെയുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നൊരു അനുകൂല നടപടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമോ ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇത്തരത്തിലുള്ളൊരു അനിശ്ചിതത്വത്തിന് കാരണമായത്. പക്ഷേ എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇന്ന് നിശ്ചയിച്ച പ്രകാരം 12 മണിക്ക് തന്നെ ഈ മീറ്റിംഗ് നടക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പ്രധാനമായും ഇന്നത്തെ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. കൂടാതെ തന്നെ ഇന്ത്യയുടെ നിലപാട് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി 3 സൈനിക മേധാവിമാരുമായും ഒപ്പം തന്നെ സംയുക്ത മേധാവിയുമായും പ്രതിരോധ മന്ത്രിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ ഈ ഒരു DGMOയുടെ മീറ്റിംഗിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. അതടക്കം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വരുത്തുകയും ചെയ്യും. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അശാന്തിയുടെ രാത്രികളായിരുന്നു. അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ജനങ്ങൾക്ക് നേരെ, ജനവാസ മേഖലകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം. ഡ്രോൺ അറ്റാക്കുകൾ നടന്നു. ഏകദേശം 96 മണിക്കൂറിനിടെ നിരവധി ഡ്രോണുകളാണ് ഇന്ത്യയുടെ വ്യോമപരിധി കടന്ന് ഇന്ത്യക്കുള്ളിലേക്ക് വരികയും ചെയ്തത്. അത്തരത്തിൽ അത് പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ഏകദേശം 3 ഡ്രോണുകൾ മാത്രമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് പതിക്കുകയും ചെയ്തതെന്നാണ് സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ട്. ഒപ്പം തന്നെ ജെറ്റ് വിമാനങ്ങളടക്കം, പാകിസ്ഥാന്റെ ജെറ്റ് വിമാനങ്ങളടക്കം ഇന്ത്യയുടെ വ്യോമപരിധിക്ക് അകത്തേക്ക് കയറി. അതിൽ മറയാക്കിയത് ഇത്തരത്തിൽ വിദേശത്ത് വന്ന രാജ്യാന്തര വിമാന സർവീസുകളെ മറയാക്കിക്കൊണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സമീപനം അല്ലെങ്കിൽ ഒരു അറ്റാക്ക് പാകിസ്ഥാൻ പ്ലാൻ ചെയ്തെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇന്ത്യൻ സൈന്യം വരുത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ദീർഘനാളത്തേക്ക് ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശമാകും ഇന്ത്യ മുന്നോട്ട് വെക്കുക. അതിനുവേണ്ടി ഒരു ദീർഘനാളത്തേക്കുള്ള വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന്. അത്തരത്തിൽ സമാധാനം അതിർത്തിയിൽ പുനഃസ്ഥാപിക്കുക. എന്തായാലും നിലവിൽ ഈ പൂഞ്ചടക്കമുള്ള മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ച നിരവധി ആൾക്കാരുണ്ട്. പൂഞ്ച്, ബരാമുള്ള, ഒപ്പം തന്നെ കുപ്വാര അടക്കമുള്ള മേഖലകളിൽ ഏകദേശം 1,25,000-ലധികം സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാക്കിയിട്ടുണ്ട്. മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഉടനടി തന്നെ അവിടേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. സൈന്യത്തിന്റെ ഒരു നടപടി ഇനി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇവരെ തിരികെ വീടുകളിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഷെല്ലിംഗ് അതിരൂക്ഷമായിരുന്നു. പല വീടുകളും വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കേടുപാടുകൾ, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതിനു ശേഷം, ഇവയെല്ലാം നീക്കം ചെയ്തതിനു ശേഷം മാത്രം മതി ഇവരെ തിരികെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സമീപനമാണ് എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ അശാന്തി നേരിട്ട വലിയ സംഘർഷങ്ങൾ നേരിട്ട രാത്രികൾക്ക് ശേഷം ഇന്നലെ സമാധാനപരമായിരുന്നു അതിർത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വീണ്ടും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും മറ്റു കോളേജുകളും ഒക്കെ തുറക്കുന്ന ദിവസമാണ്. അത്തരത്തിൽ സമാധാനത്തോടെ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാമെന്നുള്ള പ്രത്യേകതയോടെ കൂടിയാണ് ജനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ IPL നമുക്കറിയാം, ഇന്ത്യയുടെ കായിക രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ പണം ചെലവാക്കി നടത്തുന്ന ഒരു ഈവൻ്റാണ്, വലിയൊരു ടൂർണമെൻ്റാണ് IPL എന്ന് പറയുന്നത്. അതിൻ്റെ 18ാം സീസൺ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് അത് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഒരു മത്സരം പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചായിരുന്നു ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പഞ്ചാബ് പോവുകയും ഹിമാചൽ പ്രദേശിലടക്കം ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ടിൽ പോയതിനെ തുടർന്ന് ഷെല്ലിംഗ് അടക്കം രൂക്ഷമായതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം
ദിവസം BCCI ഗവേണിംഗ് മീറ്റിംഗ് ചേർന്നിരുന്നു. അടിയന്തരമായി തന്നെ മത്സരം പുനഃക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കോടി രൂപ ചിലവാക്കി നടത്തുന്ന ഒരു വലിയൊരു ഇവന്റാണ്. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണ ഭാഗമായി അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള നിർദ്ദേശം കായിക മന്ത്രാലയം BCCIക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ യോഗം ചേരുകയും ദക്ഷിണേന്ത്യയിൽ സേഫസ്റ്റ് ആയിട്ട് എന്ന് തോന്നിക്കുന്ന 3 വേദികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഹൈദരാബാദിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയമാണ്, മറ്റൊന്ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം, മൂന്നാമതായിട്ടുള്ളത് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം. ഈ 3 സ്റ്റേഡിയങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അവിടെ കൂടുതൽ സുരക്ഷ ഒരുക്കി ഇനിയുള്ള 17 മത്സരങ്ങളാണ് നടക്കാനുള്ളത്. ഈ 17 മത്സരങ്ങളും പൂർത്തീകരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഈ മത്സരങ്ങൾ ആരംഭിക്കാനുള്ളൊരു നീക്കമാണ്. ഒരു ദിവസം 2 മത്സരങ്ങൾ എന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ തീർത്ത് 25-ാം തീയതിക്ക് മുമ്പ് തന്നെ മത്സരങ്ങൾ തീർക്കാനുള്ള ഒരു നീക്കമാണ് BCCIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയെ തുടർന്ന് ഇവരെല്ലാം തന്നെ തിരികെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ തിരികെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ സംഘർഷങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ത്രെറ്റനിങ്ങും ഇതുമായി ബന്ധപ്പെട്ട താരങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരെ തിരികെ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിച്ച് ഈ മത്സരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് BCCI എത്തുന്നത്. അങ്ങനെ സമ്പൂർണ്ണ തലത്തിലും രാജ്യത്ത് ഉണ്ടാകുന്ന തരത്തിൽ വിപുലമായി ഈ പരിപാടികളൊക്കെ കേന്ദ്രീകരിക്കാൻ ഉള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് പ്രധാനമായും ഇന്നത്തെ യോഗം തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട നിർണായകമായി ഇന്ത്യ കണക്കാക്കപ്പെടുകയും ചെയ്തത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനം ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന DGMO തല യോഗമാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറാവുന്നില്ല. ഇത് സൈനിക നടപടി, അതിർത്തിയിലെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള താൽക്കാലികമായ തീരുമാനങ്ങളാണ്. നേരത്തെ ഉണ്ടായ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിൽ നിന്നോ സൈനിക വിന്യാസത്തിൽ നിന്നോ ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല എന്നൊരു നിലപാടിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതേസമയം അതിർത്തിയിൽ സമാധാനം വരാൻ, ഒരു വെടിനിർത്തലിന് പൂർണ്ണമായും അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ, പാകിസ്ഥാന്റെ സൈനികർ തയ്യാറാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.